മലയാളത്തെ മറക്കാതെ തന്നെ ഇംഗ്ലീഷിനെ മാനിക്കാമെന്ന് മുൻ ചീഫ് സെക്രട്ടറിയും മലയാള സർവകലാശാല വൈസ് ചാൻസലറുമായിരുന്ന കെ ജയകുമാർ. ഇന്നത്തെ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ രക്ഷിതാക്കൾക്ക് കഴിയണമെന്നും കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ടായില്ലെന്നും ജയകുമാർ പറഞ്ഞു. ഇന്ന് കുട്ടികൾ വളരുന്ന സാഹചര്യത്തിൽ അവർക്ക് കൂടുതൽ ലോകബോധവും കൂടുതൽ ഇൻഫർമേഷനും, അറിവെന്ന് ഞാൻ പറയുന്നില്ല, ഇൻഫർമേഷനും ഒക്കെ കിട്ടിയിട്ട് ലോകത്ത് എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ പറ്റിയൊരു ധാരണ വളരെ ചെറുപ്പകാലത്തിൽ തന്നെ കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പഴയ മൂല്യബോധം കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ അവരുടെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പഴയതുപോലെ വിനീത വിധേയരായി പെരുമാറുന്നില്ല എങ്കിൽ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അങ്ങനെ ആകാനേ സാധിക്കൂ. ഇത് അംഗീകരിക്കാൻ സാധിക്കാത്ത മുതിർന്നവർക്കാണ് പ്രശ്നം. ചാവക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ റിട്ടയർഡ് ഹെഡ്മാസ്റ്റേഴ്സ് കൗൺസിൽ വിദ്യാർത്ഥികളിൽ മലയാള ഭാഷയുടെ പരിപോഷണത്തിനായി രൂപം നൽകിയ കേരളം എൻ്റെ ജന്മനാട്, മലയാളം എൻ്റെ മാതൃഭാഷ എന്ന കർമ്മ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൗൺസിൽ പ്രസിഡന്റ് പി വി ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പി എ നാസർ കർമ്മ പദ്ധതി പ്രഖ്യാപനം നടത്തി. ഷാജു പുതൂർ, പ്രധാനാധ്യാപിക ജൂലിയറ്റ് കെ അപ്പുകുട്ടൻ, രക്ഷാധികാരി എം എഫ് ജോയ്, തോംസൺ വാഴപ്പള്ളി, ഇ ഉഷ, തങ്കമണി, പ്രിൻസിപ്പൽ ടി എം ലത എന്നിവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ ഗാർഡ് ഓഫ് ഓണർ നൽകിയാണ് ജയകുമാറിനെ സ്വീകരിച്ചത്. തെരഞ്ഞെടുത്ത 150 ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് മലയാളത്തിൽ കൈയെഴുത്ത്, കവിത, നോവൽ ആസ്വാദനം, പ്രസംഗം, വാർത്താ വായന, പത്രവാർത്ത തയ്യാറാക്കൽ, ഇന്റർവ്യൂ തുടങ്ങിയ കാര്യങ്ങളിൽ പ്രത്യേക പരിശീലനം കൊടുക്കുവാനും മത്സരങ്ങൾ സംഘടിപ്പിക്കുവാനുമാണ് പദ്ധതിയുള്ളത്.